പുതിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നതോടെ ജീവരക്ഷാ മരുന്നുകൾക്കും വില കുറഞ്ഞു. ക്യാൻസർ, ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള 36 മരുന്നുകളുടെ GST പൂർണ്ണമായും ഒഴിവാക്കി. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾക്ക് GST നിരക്ക് 5 കുറഞ്ഞു. ആശ്വാസകരമാകുന്ന തീരുമാനമാണെന്നാണ് ജനങ്ങളുടെ പ്രതികരണം. അതേസമയം നേരത്തെ സ്റ്റോക്ക് ചെയ്ത മരുന്നുകൾ GST നിരക്ക് കുറച്ചു നൽകുന്നതിലെ ആശങ്കയും മെഡിക്കൽ ഷോപ്പുകൾക്കുണ്ട്. സുനിഷ അയ്യലൂർ ചേരുന്നു ഒരു ഷോപ്പിൽ നിന്ന്. സുനിഷ, മരുന്നുകൾക്ക് വില കുറയുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ ആശ്വാസം തന്നെയുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസറിനൊക്കെയുള്ള മരുന്നുകൾക്കൊക്കെ വില കുറയുന്നു അല്ലേ? അത് വലിയ രീതിയിൽ തന്നെ ആളുകൾക്ക് ഗുണം ചെയ്യും. ആളുകളൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു? ഇതിപ്പോൾ പഴയ സ്റ്റോക്കും പുതിയ നിരക്കും അത് എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാർ എന്താണ് പറയുന്നത് സുനിഷ? റോഷ്നി, അതാണ് പറഞ്ഞതുപോലെ രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളതാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ ക്യാൻസർ പോലുള്ള, ഹീമോഫീലിയ പോലുള്ള, ഒപ്പം തന്നെ SMA പോലുള്ള രോഗങ്ങൾ, അത്തരത്തിലുള്ള 36ഓളം രോഗങ്ങളുടെ മരുന്നുകളെ GSTയിൽ നിന്നും ഒഴിവാക്കി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഈ കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങളുടെ മരുന്നുകൾ, അതിനൊക്കെ 18% നിന്നും GST കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 5% കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മരുന്ന് വാങ്ങാനെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല കാര്യമാണ്. പക്ഷേ ഈ മെഡിക്കൽ ഷോപ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്തു വെച്ച നിരവധി മരുന്നുകളുണ്ട്. പക്ഷെ അത് ഈ കുറഞ്ഞ നിരക്കിൽ എങ്ങനെ നൽകുമെന്നുള്ളതൊക്കെയാണ്. ചേട്ടാ, ഇപ്പം എങ്ങനെയാണ് ആളുകൾക്ക് ഇതൊരു ആശ്വാസകരമാകുന്ന തീരുമാനമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അത് നല്ല ഒരു തീരുമാനമാണ്. പക്ഷേ നമ്മുടെ റീറ്റെയിലേഴ്സ് സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന സ്റ്റാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം. പിന്നെ ഇന്ന് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്ത ആൾ പറഞ്ഞു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഇന്ന് രാത്രി വന്ന് ചെയ്തത്. അപ്പം നമുക്ക് ഇത് അടച്ചിടാൻ ഒക്കില്ല ഒരു ദിവസത്തേക്ക്. അതുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഇനി അടുത്ത നടപടി എന്നുള്ളത്, ഇനി പുതിയ ഇൻവോയ്സ് വന്നാലേ നമുക്കിത് എങ്ങനെയൊക്കെയാണ് ഇത് രൂപപ്പെട്ടി വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഏതൊക്കെ മരുന്നുകൾക്ക് കുറയും അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം 12ഉം 5% 2 സ്ലാബാണ്. അത് ആ 12 എന്നുള്ളത് 5% മാറ്റി. അപ്പൊ ആ 5% അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല അല്ലെ? സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെ ആരും ചോദിക്കത്തില്ല. ആളുകൾക്ക് കുറച്ചൊക്കെ ഒരു കോമൺ സെൻസ് ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ അവരങ്ങനെയൊന്നും ചോദിച്ചില്ല. പിന്നെ പൊതുവേ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഒരു 5000-ൽ പരം മരുന്നുകൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതാണ് വലിയൊരു പ്രതിസന്ധി ആവുന്നത്. അതിലൊരു തീരുമാനം ഇതുവരെ പറഞ്ഞു. അത് പെട്ടെന്ന് മാറ്റാനും എങ്ങനെയാണ് പറ്റുന്നത്? അതുകൊണ്ട് എന്നാലും നമ്മൾ നഷ്ടത്തിൽ കൊടുക്കാന്നുള്ള ഒരു തീരുമാനത്തിലാണ്. നമ്മൾ ഇനിയിപ്പോൾ 12% എന്നുള്ളത് 5%-ലൊക്കെ ബില്ലിങ്ങൊക്കെ ഇനി അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാത്രി തൊട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്ത ആൾ ശരിയാക്കുമെന്നാണ് പറയുന്നത്. പലയിടത്തും ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതിന്റെയൊക്കെ പരിപാടി നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവർ പറഞ്ഞതുപോലെ ഒരുപാട് സ്റ്റോക്ക് എത്തിച്ചതാണ്. പക്ഷെ അതിപ്പോ GST നിരക്ക് കുറച്ച് നൽകുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഒരു വശത്തുണ്ട്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ മരുന്നുകൾക്ക് വില കുറയുക എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് റോഷ്നി. അത് തന്നെയാണ് ആളുകൾക്ക് പറയാനുള്ളത്, അത്തരത്തിലുള്ള ഒരു കുറവ്. പക്ഷെ ഇവർ പറയുന്നത് പോലെ ഈ സ്റ്റോക്കുകൾ എങ്ങനെ ഈ GST നിരക്കിൽ കൊടുക്കുമ്പോൾ ഇവർക്ക് ലാഭകരമാക്കാം, അതിന് ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഇവർക്ക് കൂടി പ്രായോഗികമാകുന്ന തരത്തിലേക്ക്, ഉപയോഗപ്രദമാകുന്ന തരത്തിലേക്ക് ചില തീരുമാനങ്ങൾ എത്തേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ മറ്റ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഗുണകരമാകുന്ന ഒരു തീരുമാനം തന്നെയാണ് എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു പ്രതികരണം. റോഷ്നി, ശരി. സുനിഷയാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.